ഒരു രാജ്യത്തെ തന്നെ അവിടെ പണിത് എടുക്കുകയാണ് ദൈവം. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ദൈവജനത്തെ ഓരോ ഭാഗമായി ഓരോ ഗോത്രമായി അവിടെ ഡിസൈൻ ചെയ്ത് അവർക്ക് ഓരോ പട്ടണങ്ങളെ ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ്. രാജ്യങ്ങളെ അവിടെ ആ രാജ്യത്തെ തന്നെ ഡിസൈൻ ചെയ്യുകയാണ്. നമ്മൾ എഫെസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു കുടുംബം എങ്ങനെ പണിയപ്പെടണം, ഒരു കുടുംബം, ഒരു വീട് എങ്ങനെ പണിയപ്പെടണം. നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ, വചനം നമ്മൾ പഠിക്കുമ്പം നമ്മളെ വീടിനെ എങ്ങനെ പണിയണം, നമ്മുടെ ദേശത്തെ എങ്ങനെ പണിയണം, നമ്മുടെ കുടുംബങ്ങളെ എങ്ങനെ പണിയണം, രാജ്യങ്ങളെ എങ്ങനെ പണിയണം എന്ന് ദൈവവചനത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പണിയപ്പെടുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ഈ ലോകത്തിൽ ഉരുവാകുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേശം ഈ ലോകത്തിൽ ഉരുവാകുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണം ഈ ലോകത്തിൽ ഉരുവാകപ്പെടുകയാണ്. ഞാൻ നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പം കർത്താവ് ചിലതിനെ പണിയും, കർത്താവ് ചില കുടുംബങ്ങളെ പണിയും, ചില ദേശങ്ങളെ പണിയും, ഈ പട്ടണങ്ങളെ കർത്താവ് പണിയും. ഈ പട്ടണത്തെ പണിയാവുന്ന ഡിസൈൻ കർത്താവ് നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. നമ്മളാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണം പണിയുന്നത്, നമ്മളാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം പണിയുന്നത്, നമ്മളാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്തെ പണിതെടുക്കുന്നത്.